നമസ്കാരം. ജനവിധി വന്ന് 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വയനാട് വിട്ടു വണ്ടി കയറി രാഹുൽ. പെങ്ങളൂട്ടിയെ പ്രതിഷ്ഠിച്ചാണ് മടക്കം. വയനാട്ടിലെ വോട്ടെടുപ്പിന് തൊട്ടുപിന്നാലെ റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഒന്നാമത്തെ ചതി. ജയിച്ചപ്പോൾ വയനാട്ടിലെ 2ാം വീട് വിട്ടത് 2ാം ചതി. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നു രാഹുലും കോൺഗ്രസും. കുടുംബവാഴ്ച അടിച്ചേൽപ്പിക്കുന്നു. റായ്ബറേലി ഒഴിവാക്കാൻ പേടിയോ? വയനാട് എന്താ വഴിയമ്പലമോ? സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. വയനാട് എൻ്റെ കുടുംബമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് വയനാട്ടുകാർക്കും മലയാളികൾക്കും മനസ്സിലായത്. വയനാട് എൻ്റെ കുടുംബമെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയെ ഇവിടെ മത്സരിപ്പിക്കുക. ഞാൻ പ്രതീക്ഷിക്കുന്നത് അളിയൻ വധേര ഗാന്ധിയെ പാലക്കാടും കൂടി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം സമ്പൂജ്യരാവും, സംതൃപ്തി അടയും. ഇപ്പോൾ ആൾക്കാർ പറയുന്നത് അടിച്ചു കയറി വാ അളിയ എന്നാണ്. ഇത്രമാത്രം കുടുംബാധിപത്യമുള്ള ഒരു പാർട്ടി, ഇത്രമാത്രം ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഭൂലോകത്ത് വേറെയില്ല. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു കുടുംബത്തിലെ 3 പേർ, അമ്മയും 2 മക്കളും, കോൺഗ്രസ് പാർട്ടിയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ, ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവർ, അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചർച്ചയ്ക്കായി BJP നേതാവ് VP ശ്രീ പത്മനാഭൻ, വയനാട് DCC വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവ് സംഷാദ് മരക്കാർ, RJD നേതാവും ഇടതു സഹയാത്രികനുമായ സലിം മടവൂർ എന്നിവരൊപ്പം ചേരും. ആദ്യം സംഷാദ് മരക്കാറിലേക്ക്. സംഷാദ്, ഈ വയനാട് രാഹുലിന് വന്നു പോകാനുള്ള ഇടം മാത്രമോ? രാഹുല് വയനാടിന്റെ MP ആയിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിക്കുകയും അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കുകയും തുടർന്ന് വന്ന ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കുകയും അദ്ദേഹം വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തൊരു മണ്ഡലമാണ്. സ്വാഭാവികമായി 2 മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾക്ക് 1 മാസത്തിനകത്ത് ആ ഇലക്ഷൻ റിസൾട്ട് വന്ന് ഒരു മണ്ഡലം ഒഴിയേണ്ട ഒരു നിയമവ്യവസ്ഥയുണ്ട്. അതിന്റെ ഭാഗമായി റായ്ബറേലി മണ്ഡലം നിലനിർത്തുകയും വയനാട് പാർലമെന്റ് മണ്ഡലം അദ്ദേഹം ഒഴിയാൻ അദ്ദേഹവും പാർട്ടിയും തീരുമാനിക്കുകയും ചെയ്യുന്നു. ആ തീരുമാനത്തിന്റെ ഭാഗമായി അദ്ദേഹം വയനാട് ഒഴിയുന്നു. അദ്ദേഹത്തിന് പകരം ഒരു സ്ഥാനാർത്ഥിയെ സ്വാഭാവികമായി അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിപ്പിക്കണം. ആ സ്ഥാനാർത്ഥിയായി ബഹുമാനപ്പെട്ട ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് പാർട്ടി UDFും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതൊരു കേവലം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഇത് ഇന്ത്യയിൽ ആദ്യമായി ഒരാൾ 2 അല്ല, അങ്ങനെയെങ്കിൽ ഈ വയനാട്ടിലെ പോളിംഗ് കഴിയും വരെ കാത്തിരുന്നത് എന്തിനാണ് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ? നമ്മള് ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് നോമിനേഷൻ കൊടുക്കാനാണ് ലാസ്റ്റ് ഡേറ്റ് പ്രഖ്യാപിക്കാറ്. അല്ലാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അവസാന നിമിഷം കൊടുക്കാറില്ല. റായ്ബറേലിയിൽ നോമിനേഷൻ കൊടുക്കേണ്ട സമയത്താണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നോമിനേഷൻ കൊടുക്കുന്നത്. അത് വയനാട് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് റായ്ബറേലി ഇലക്ഷൻ. അപ്പൊ റായ്ബറേലി അദ്ദേഹം നോമിനേഷൻ കൊടുത്തു, അവിടെ മത്സരിച്ചു. ഇത് ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന ഒരു മത്സരവും ആദ്യമായി ഒരാൾ 2 മണ്ഡലത്തിൽ ജയിക്കുകയും രാജിവെക്കുകയും ചെയ്യുന്നത് പോലെയാണ് ഈ സിറ്റിംഗ് മണ്ഡലം MP ആയി ജയിച്ചു വന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലം വിട്ടുപോകുന്നത് എന്തിനെന്നാണ് ചോദ്യം. സ്വാഭാവികമായി രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസൻസ് ഉത്തരേന്ത്യയിലാണ് വേണ്ടത് എന്നുള്ള തോന്നലുണ്ടാവുകയും കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്യും, അദ്ദേഹത്തിന്റെ കൂടെ അഭിപ്രായം കേൾക്കുകയും അദ്ദേഹം റായ്ബറേലി നിലനിർത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വയനാടോ റായ്ബറേലിയോ ഒരു സീറ്റേ നിലനിർത്താൻ പറ്റുള്ളൂ. അത് റായ്ബറേലി അദ്ദേഹം തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ഈ വലിയൊരു പ്രതിസന്ധി കാലത്ത് രാഹുലിനെ ചേർത്തു പിടിച്ചു വയനാട്, സംശയമില്ല. 4 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം. ആ മണ്ഡലത്തെ ഉപേക്ഷിച്ചു പോകുന്നതിലെ രാഷ്ട്രീയ ധാർമ്മികത എന്ത്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരികയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും രാഹുൽ ഗാന്ധിയെ വയനാട് ചേർത്ത് പിടിച്ചതുപോലെ വയനാടിന്റെ ജനതയെ രാഹുൽ ഗാന്ധിയും ചേർത്ത് പിടിച്ചു തന്നെയാണ് ഇവിടെ നടന്നത് 5 വർഷം. അതിനുശേഷം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് വലിയ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. കേരളത്തിലെ ആളുകൾ, വയനാട്ടിലെ ആളുകൾക്ക്
രാഷ്ട്രീയപരമായി നന്നായി ചിന്തിക്കുന്ന ആളുകളാണ്. അവർക്ക് എന്തുകൊണ്ട് വയനാട് രാഹുൽ ഗാന്ധി ഒഴിവാക്കുന്നു എന്നും എന്തുകൊണ്ട് അദ്ദേഹം റായ്ബറേലി എന്ന് പറയുന്ന ഒരു സീറ്റ് നിലനിർത്തുന്നു എന്നുള്ളതൊക്കെ ചിന്തിക്കാനുള്ള വിവേകവും എല്ലാം വയനാട്ടുകാർക്കുണ്ട്. ആ ഒരു തീരുമാനത്തെ, ഞങ്ങളുടെ ഒരു പ്രയാസം, അദ്ദേഹം ഇവിടെ പോകരുത് എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. സ്വാഭാവികമാണ്, അദ്ദേഹത്തോട് അത്രയും താല്പര്യവും സ്നേഹവുമുള്ള ആളുകൾ അദ്ദേഹം വയനാടിന്റെ MP ആയി തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുക. പക്ഷെ രാഷ്ട്രീയപരമായും ഈ വ്യവസ്ഥയുടെ ഭാഗമായും ഒരു സീറ്റിൽ നിൽക്കാൻ തീരുമാനിക്കുമ്പോൾ ഇന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ രാഹുൽ ഗാന്ധി നിൽക്കേണ്ട ഇടം ഉത്തർപ്രദേശിലെ റായ്ബറേലിയാണ് എന്നുള്ളത് ഏതൊരു വയനാട്ടുകാരനും അറിയാം. അപ്പൊ അദ്ദേഹം വയനാട് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയെ അദ്ദേഹം മാറുമ്പോൾ അദ്ദേഹം പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി ശരി, ആ രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് UP-യിൽ റായ്ബറേലിയിൽ തുടർന്നോളൂ. പക്ഷെ അതിനു മുൻപെന്തിനാണ് വയനാടുകാരെ പറ്റിച്ചത്? വയനാട്ടുകാരെ ആരാണ് പറ്റിക്കുന്നത്? വയനാട്ടുകാരെ പറ്റിച്ചു എന്ന് തോന്നുന്നത് ചില ചാനലുകൾക്ക് മാത്രമാണ്. വയനാട്ടുകാർക്ക് പൊതുവെ അത്തരം ഒരു തോന്നലും വയനാട്ടുകാർക്കില്ല. വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ, ആദ്യത്തെ തവണ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അമേഠിയിൽ നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം വയനാട്ടിലേക്ക് മത്സരിക്കാൻ വന്നത്. ഈ പ്രാവശ്യത്തെ ഇലക്ഷന്റെ ഘട്ടങ്ങൾ മാറിയപ്പോൾ വയനാട് കഴിഞ്ഞിട്ടാണ് റായ്ബറേലി. വയനാട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം റായ്ബറേലി നോമിനേഷൻ കൊടുക്കുന്നു. ഇത് വയനാട്ടിനെ പറ്റിച്ചു എന്നോ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ള തരത്തിൽ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ ഒരു വ്യാഖ്യാനം. VP ശ്രീ പത്മനാഭൻ, ഇതൊക്കെ ഒരു വ്യാഖ്യാനം മാത്രമാണോ? അല്ല, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്ത്യയിലെ ഷുവറസ്റ്റ് സീറ്റുകളിൽ ഒന്നാണ് വയനാട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അവരുടെ ഏറ്റവും ചെറിയ സംഖ്യയിലേക്ക് ചുരുങ്ങി അന്നും വയനാട് അവർ ജയിച്ചതാണ്. അപ്പൊ അത്രയും ഷുവറായ ഒരു സീറ്റാണ്. ആ സീറ്റിലാണ് രാഹുൽ ഗാന്ധി 2019 വന്ന് മത്സരിക്കുന്നത്. അന്നത്തെ സാഹചര്യം ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അന്ന് അമേഠിയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അവർക്കെതിരായിരുന്നു. അപ്പോഴാണ് പാർലമെന്റിൽ എത്തണം എന്ന നിർബന്ധമുള്ളത് കൊണ്ട് വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറായത്. പക്ഷെ ഇത്തവണ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയിരിക്കുന്നു, ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ സമയത്ത് അവർ റായ്ബറേലിയിലും പോയി മത്സരിച്ചു. പക്ഷെ അവിടെ ഒരു കാര്യം നാം ഓർക്കണം, ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് തന്നെ BJP പറഞ്ഞിരുന്നു വയനാട് ഇലക്ഷൻ കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി രണ്ടാമത്തെ മണ്ഡലം പ്രഖ്യാപിക്കുമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. ഇവിടെ 2 മണ്ഡലത്തിൽ ഒരാൾ മത്സരിക്കുന്ന ആദ്യമായിട്ടൊന്നല്ല, പക്ഷെ അതൊക്കെ ആദ്യമേ പ്രഖ്യാപിക്കും. 2014 നരേന്ദ്രമോദി ബറോഡയിലും വാരാണസിയിലും മത്സരിച്ചു, അത് ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഒക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കി പതുക്കെ അങ്ങോട്ട് ചാടിയതാണ്. അപ്പൊ ഇവിടെ കോൺഗ്രസിന് സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഏത് മണ്ഡലം വേണമെങ്കിൽ ഉപേക്ഷിക്കാം, ഏത് മണ്ഡലം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, അവർക്ക് ആരെ വേണമെങ്കിലും മത്സരിപ്പിക്കാം, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയനാട് പോലുള്ള ഒരു പിന്നാക്ക മണ്ഡലം, അതായത് കഴിഞ്ഞ 5 വർഷക്കാലം പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെ താല്പര്യാനുസരം ഇന്ത്യയിലെ 62ഓളം ജില്ലകൾ ആസ്പിരേഷണൽ ജില്ലകളായി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഉൾപ്പെട്ട വയനാട്, ആ വയനാട് മണ്ഡലം ഇങ്ങനെ അടിക്കടിക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള സ്ഥലമല്ല. കാരണം അത് ഒരു ആദിവാസി മേഖലയാണ്. അവിടെ ഒരുപാട് വികസന പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒരു പൊളിറ്റിക്കൽ പരീക്ഷണത്തിന് ഉപയോഗിക്കേണ്ട മണ്ഡലമല്ല ഈ പറഞ്ഞ വയനാട്. കാരണം അത് കേരളത്തിലെ ഏറ്റവും പിന്നാക്ക മണ്ഡലമായത് കൊണ്ടാണ് കേരളത്തിൽ നിന്നും ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റായി പ്രഖ്യാപിച്ച ഏക മണ്ഡലമായി വയനാട് മാറിയത്, അല്ലെങ്കിൽ വയനാട് ജില്ല മാറിയത്. അപ്പൊ അതുകൊണ്ട് വയനാട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ അർഹിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കെട്ടിവെക്കേണ്ട മണ്ഡലമല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രാഷ്ട്രീയമായ ഒരു രക്ഷപ്പെടലിന് വയനാടിനെ ഉപയോഗിക്കുകയും, രക്ഷപ്പെട്ടു ഉത്തരേന്ത്യയിൽ സമാജ്വാദി പാർട്ടി ഇന്ത്യ സഖ്യമൊക്കെ വന്നു, ഇനി അവിടെയൊക്കെ ജയിക്കാൻ സാധിക്കുമെന്ന് കണ്ടപ്പോൾ പതുക്കെ ഒഴിവാക്കുകയും ചെയ്തതാണ്
ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ പ്രിയങ്ക ഗാന്ധി വരും, ചിലപ്പോൾ റോബർട്ട് വധേര വരും. കാരണം ഇന്ന് റോബർട്ട് വധേര പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞാൻ വരുന്ന പാർലമെന്റിൽ എനിക്കും വരേണ്ട ആവശ്യമുണ്ട്, എനിക്ക് താല്പര്യമുണ്ട് എന്ന്. അപ്പൊ ഇവര് 4-5 പേർ എന്തായാലും ഈ കുടുംബത്തിൽ നിന്ന് പാർലമെന്റിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് BJPക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് രാഷ്ട്രീയ പരീക്ഷണങ്ങളാവാം, പക്ഷെ ദയവ് ചെയ്ത് വയനാട് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തെ നിങ്ങൾ അതിൽ ഉപയോഗിക്കരുത്. കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു പിന്നാക്ക മണ്ഡലമാണ്. ഉപതെരഞ്ഞെടുപ്പ് കെട്ടിവെക്കേണ്ട ഒരു പരീക്ഷണ മണ്ഡലമല്ല വയനാട്. ശ്രീ സലിം മടവൂർ, ശ്രീ സലിം മടവൂർ, ഈ വിഷയത്തിൽ നിന്ന് ഒരല്പം മാറി ഒരു ചോദ്യമാണ്. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക വരുന്നു, ആർക്കൊപ്പം നിൽക്കും RJD? RJD കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ എവിടെയും ഒരു ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനത്തും എല്ലാ പാർട്ടികളും ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യമില്ല. CPM-ഉം കോൺഗ്രസും തമിഴ്നാട്ടിൽ ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. RJD-യും കോൺഗ്രസും ബീഹാറിലും ജാർഖണ്ഡിലും ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ RJD ഇടതുപക്ഷത്താണ്, കോൺഗ്രസ് UDF. പക്ഷേ മുന്നണി പോലും മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് ശ്രേയാംസ് കുമാർ പറഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല. മുന്നണി മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് ശ്രേയാംസ് കുമാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം മുന്നണിയിൽ നിന്നുള്ള മുന്നണി അവഗണനക്കെതിരെ, പാർട്ടിയോട് കാണിക്കുന്ന നീതികേടിനെതിരെ അദ്ദേഹവും മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ മൊത്തം ശരിയല്ല എന്നുള്ള ഒരു പൊതു അഭിപ്രായമുണ്ട്. കേരളീയ പൊതുസമൂഹം ഞങ്ങളുടെ പാർട്ടിയോട് CPM ചെയ്യുന്നത് ഒരു തരം വഞ്ചനാപരമായ നിലപാടാണെന്നുള്ള ഒരു പൊതുധാരണ പൊതുസമൂഹത്തിനുണ്ട്. അത് ഞങ്ങളെ ഒരു സീറ്റിന് വേണ്ടി ബഹളം ഉണ്ടാക്കുന്നതിലപ്പുറം കേരളത്തിലെ പൊതുസമൂഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഖ്യ പാർട്ടിയായ CPIM ഒരു ഘടക കക്ഷിയോട് ജനാധിപത്യ വിരുദ്ധമായി പെരുമാറുന്നതിനെ കുറിച്ച് ജനങ്ങളുടെ വിലയിരുത്തലിന്റെ റിസൾട്ട് ഉണ്ടാവുമെന്ന് CPM ചിന്തിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ജനതാദൾ എത്ര കണ്ട് പ്രശ്നം ഉണ്ടാക്കുക, അവർ നമുക്ക് വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനൊരു ഉപചോദ്യം എന്ന നിലയ്ക്ക് ചോദിച്ചാണ്. നമുക്ക് ഇനി വിഷയത്തിലേക്ക് വന്നാൽ, ഈ രാഹുൽ മാറി പ്രിയങ്ക വന്നാൽ എന്ത്? അല്ല, പ്രിയങ്ക ഗാന്ധി കുറെ കാലമായി രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. അവർ പെട്ടെന്ന് ചാടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വന്നൊന്നുമല്ലല്ലോ. അവർ കുറെ കാലമായിട്ട് ദേശീയ തലത്തിൽ പ്രവർത്തി. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലുണ്ടായ വലിയ അപാകത എന്ന് പറഞ്ഞിട്ട്, സാധാരണ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിലെ അതാത് മണ്ഡലങ്ങളിൽ നിന്ന് DCC-കളിൽ നിന്ന് അഭിപ്രായം ചോദിച്ച് KPCC ഒരു പട്ടിക തയ്യാറാക്കി അത് AICC-ക്ക് അയച്ച് AICC അവിടെ നിന്ന് ഫൈനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കേരളത്തിലെ KPCC-യോട് ചോദിച്ചോ എന്നറിയില്ല. പിന്നെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയോ ഇല്ലയോ? കുറെ ആളുകൾ പറഞ്ഞു K. മുരളീധരൻ മത്സരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ചില സ്ഥാനാർത്ഥികളുടെ പേര് വന്നു. അപ്പൊ പലരുടെ പേരും ഉയർന്നു വന്നു. അപ്പോ ഇതൊക്കെ അവിടെ വെച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ആങ്ങള മത്സരിച്ച് രാജിവെക്കുന്നു. അപ്പൊ ആ സീറ്റിൽ പെങ്ങൾ മത്സരിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതൊരു ശരിയായ കീഴ്വഴക്കമില്ല. കോൺഗ്രസ് കുറെ കാലമായിട്ട് ഇപ്പോ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മണ്ഡലത്തില്, കോട്ടയത്ത് നമ്മുടെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തില് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമ്പോ ഈ പ്രിയങ്കയെ ഇന്നലെ പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടു. ഖർഗെയുടെ വലത്ത് രാഹുൽ, ഇടത്ത് KC വേണുഗോപാലും പ്രിയങ്കയും പ്രഖ്യാപിക്കുന്നു. KC വേണുഗോപാൽ അവിടെ ഉണ്ട് എന്ന കാര്യം മറക്കണ്ട. ഈ K. സുധാകരനും T. സിദ്ദിഖും IC ബാലകൃഷ്ണനും ഷംസാദുമൊക്കെ അറിഞ്ഞോ പ്രിയങ്കയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് നേരത്തെ? രണ്ട് കാര്യം. ഒന്ന്, ശ്രീപത്മനാഭൻ പറഞ്ഞ കാര്യങ്ങൾ. അദ്ദേഹം വയനാട് ഒരു ആസ്പിരേഷൻ ജില്ലയായതുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കേണ്ട എന്നും അവിടെ വളരെ പിന്നോക്കം നിൽക്കുന്ന പല പ്രയാസങ്ങളുണ്ട് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. ഞാൻ ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് എന്നുള്ളത് പറയുന്നത് ശരി തന്നെ. അതിപ്പോ നിലവിൽ മാറി ആസ്പിരേഷൻ ബ്ലോക്കുകളാണ്. കേരളത്തിൽ 7 ബ്ലോക്കുകളാണ് ആസ്പിരേഷൻ ബ്ലോക്ക്. അതിൽ 3 ബ്ലോക്ക് വയനാട്ടിലുണ്ട്. പക്ഷെ ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആസ്പിരേഷൻ ജില്ലയ്ക്ക് ഒരു തുകയും അനുവദിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അതിന് ചില ഇൻഡിക്കേറ്ററുകൾ തരികയും അത് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ചില സമ്മാനങ്ങൾ എന്നുള്ള രീതിയിൽ പ്രൈസ് തരികയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഇത് വലിയ സംഭവമല്ല ആസ്പിരേഷൻ ഡിസ്ട്രിക്റ്റായി പ്രഖ്യാപിക്കുക എന്നത്. ഒന്ന്. രണ്ട്, കുടുംബത്തിൽ നിന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി ഇപ്പോൾ നിലവിൽ രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ട്. ഇനി പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ കുടുംബത്തിന്റെ ഭാഗമായി ആളുകൾ എത്തുന്നു. നിങ്ങൾ ഇപ്രാവശ്യത്തെ നിങ്ങളുടെ NDAയുടെ, BJP ഗവൺമെന്റ് അല്ല NDA ഗവൺമെന്റിന്റെ നിങ്ങളുടെ ക്യാബിനറ്റ് എടുത്തു നോക്കിയാൽ എത്ര കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾ, മക്കളും പേരമക്കളുമായി 28 ആളുകൾ
ക്യാബിനറ്റിലുള്ള ആളുകളാണ് കുടുംബവാഴ്ചയെ കുറിച്ച് പറയുന്നത്. രണ്ട്, ഈ സലീം മടവൂർ പറഞ്ഞൊരു കാര്യവും താങ്കൾ ചോദിച്ചതും ഇതെല്ലാവരും അറിഞ്ഞിരുന്നോ എന്നുള്ള ഒരു കാര്യമാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും സംഘടനാ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ, ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച കോൺഗ്രസിന്റെ ഏറ്റവും സമ്പന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, ഈ ബന്ധപ്പെട്ട ആളുകൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പത്രമാധ്യമങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ അറിയിക്കേണ്ട കാര്യമില്ല. അതിന്റെ കമ്മ്യൂണിക്കേഷൻ സംഷാദ് അറിഞ്ഞോ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക വരുന്നു എന്ന് സംഷാദ് അറിഞ്ഞോ? ഇല്ല, ഞാൻ ഇപ്പൊ വയനാട് ജില്ലയിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരോടും അഭിപ്രായം ചോദിച്ചിട്ടല്ല ഒരു സ്ഥാനാർത്ഥിയെ സംഷാദ് അങ്ങനെ ഒരാളല്ല. DCC വൈസ് പ്രസിഡന്റ് ആണ്. എന്റെ ഓർമ്മ ശരിയെങ്കിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ആണ്, ഇപ്പോഴും ആണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അത് അറിയേണ്ട തലം എന്ന് പറയുന്നത് ഒരു KPCCയും AICC തലത്തിൽ മാത്രമാണ്. DCCയിൽ നിന്നും MP-മാരുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊന്നും ലിസ്റ്റൊന്നും കൊടുക്കാറില്ല. അത് നമ്മളുടെ നിയമസഭാ മത്സരങ്ങളിൽ പാനലുകൾ കൊടുക്കുകയും അത് KPCC അംഗീകരിക്കുകയും AICCയുടെ അനുമതിയോടുകൂടി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് KPCCയും AICCയുള്ള കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഈ സീറ്റ് പ്രഖ്യാപിക്കുക. ഈ പറയുന്ന പ്രയാസങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ട് ആരെങ്കിലും അറിഞ്ഞില്ല എന്നോ എന്നോട് പറഞ്ഞില്ല എന്നൊന്നും ഒരാൾ പോലും നിൽക്കട്ടെ. നോക്കൂ, ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത് ഒരേ കുടുംബത്തിലെ 3 പേർ പാർലമെന്റിൽ, സോണിയാഗാന്ധി രാജ്യസഭയിൽ, രാഹുലും പ്രിയങ്കയും ഇനിയിപ്പോൾ പ്രിയങ്ക ജയിച്ചാൽ പാർലമെന്റിലേക്ക് എത്തുന്നു. 3 പേർ ഒരേ കുടുംബത്തിൽ നിന്ന്. ഇനിയിപ്പോൾ നാട്ടുകാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അടിച്ചു കയറിവ അളിയ എന്ന് റോബർട്ട് വാദ്രയെ ഉദ്ദേശിച്ചാണത് പറഞ്ഞത്. അതേ ദിവസം തന്നെ വാദ്ര പറയുന്നു പാർലമെന്റിൽ ഞാനും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. നോക്കൂ, ഇത് ഒരു കുടുംബത്തിലെ 4 പേർ എന്നൊക്കെ പറയും. ഇപ്പോൾ പ്രിയങ്ക, ഇപ്പോൾ നേരത്തെ സലീം മടവൂർ സൂചിപ്പിച്ച പോലെ കുറേ നാളായി പ്രവർത്തന രംഗത്തുണ്ടെന്നത് ശരി തന്നെ. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇത് ആദ്യം ഒരു മത്സരത്തിലേക്ക് വരികയാണ്. ഈ വാദ്രയൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഈ കോൺഗ്രസിന്റെ പോക്ക് എങ്ങോട്ടാണ്? കോൺഗ്രസിന്റെ പോക്ക് വളരെ നല്ല രീതിയിലാണെന്ന് താങ്കൾക്കും അറിയാലോ. കാരണം ഇപ്പോ ഒരു 55 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് 102 സീറ്റോടുകൂടി ഇന്ത്യയുടെ ലോക്സഭയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് കോൺഗ്രസിന്റെ പോക്ക്. കോൺഗ്രസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഈ പറയുന്ന ആളുകൾ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഒക്കെ ഇപ്പൊ സഭയിലുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിച്ച സ്ഥലത്ത് 3.5 ലക്ഷത്തിലധികം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് വന്ന ആളാണ്. സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നും MLA-മാരുടെ വോട്ടോടുകൂടി രാജ്യസഭയിൽ നിന്ന് വന്ന ആളാണ്. ഈ ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ ഈ ജനം ജയിപ്പിക്കുന്ന ആളുകളാണ് ഇന്ത്യയുടെ പാർലമെന്റിലെത്തുക. ശ്രീ സുരേന്ദ്രൻ ഇത് പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. ജനിച്ച നാൾ മുതൽ ഈ നാൾ വരെ മത്സരിച്ചിട്ട് ഒരു നിയോജക മണ്ഡലത്തിലും എവിടെയും ജയിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിന് നിയമസഭയിലോ ഇന്ത്യൻ പാർലമെന്റിലോ എത്താൻ പറ്റിയിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് മറ്റുള്ളവർ എത്തുന്നതിനെ കുറിച്ച് വ്യാകുലപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. സ്വന്തമായി നിന്ന് ജയിക്കാൻ നോക്കുക എന്നുള്ളതാണ്. റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ട അത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകാൻ ആഗ്രഹമില്ലാത്തതോ ഉള്ളതോരായ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ആ ആളുകൾ എല്ലാവരും മത്സരിക്കുകയും ജയിക്കുകയും ചെയ്താൽ ഇന്ത്യൻ പാർലമെന്റിൽ എത്താൻ കഴിയും. അത് ജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും ജനമാണ്. അപ്പൊ ജനം, നമ്മളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിച്ചാൽ നമുക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളത്. ഇപ്പൊ എനിക്ക് ഒരു സ്ഥലത്ത് എത്താൻ ആഗ്രഹമുണ്ട്, എനിക്ക് മത്സരിച്ച് ജയിച്ചാൽ എത്താം. അപ്പൊ അതൊന്നും കോൺഗ്രസിന് വലിയ രീതിയിൽ നിങ്ങൾ പറയുന്നത് വലിയ ചർച്ചയുടെ ഭാഗമൊന്നുമല്ല. ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിൽ അദ്ദേഹത്തിൽ പറഞ്ഞു എനിക്കും ആഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമാണ്, ആർക്കാണ് ആഗ്രഹമില്ലാത്തത്. പക്ഷെ നമ്മൾ മത്സരിക്കുകയും നമ്മൾ ജയിക്കുകയും ചെയ്യുമ്പോഴാണ് പാർലമെന്റിൽ എത്തപ്പെടുക. കുടുംബവാഴ്ചയെ കുറിച്ച് പറയുന്നത് ഈ വയനാട്ടിൽ കാണുന്നത് കുടുംബവാഴ്ച അടിച്ചേൽപ്പിക്കലോ? അല്ല, കുടുംബവാഴ്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. കാരണം അത് ഒരു ഏറ്റവും ശരിയായ സംഗതിയാണ്. നെഹ്റു കുടുംബം കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നതും നെഹ്റു കുടുംബം ഇന്ത്യ ഭരിക്കുന്നതുമാണ് ഏറ്റവും ശരിയായ സംഗതി. അതിലും വലിയ ശരിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ. അത് അവരുടെ ഇഷ്ടം. പക്ഷെ ഇവിടെ 2 രസകരമായ കാര്യം പറഞ്ഞു. ഒന്ന്, ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റിനെ പറ്റി പറഞ്ഞു. ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റിന് കലക്ടറും MP-യും കൂടി ഇരുന്ന് പദ്ധതികൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ സമർപ്പിക്കണം. അതിന് കഴിഞ്ഞ തവണ അവിടെ MP ആയിരുന്ന ആൾക്ക് സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പദ്ധതികൾ കൊടുത്തിട്ടില്ല. മറ്റു പല സംസ്ഥാനത്തും ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റുകളുണ്ട്. അവിടുത്തെ MP-മാർ കലക്ടറുമായി ഇരുന്ന് ചർച്ച ചെയ്ത് പദ്ധതികൾ തയ്യാറാക്കി കേന്ദ്രത്തിന് കൊടുത്ത് ഫണ്ടുകൾ വാങ്ങാറുണ്ട്. ഇവിടെ അതിന് നേരമില്ലല്ലോ. പിന്നെ
മൂന്ന് ജില്ലകളുടെ MP ആണ് രാഹുൽ ഗാന്ധി. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലം, വയനാട് ജില്ലയിലെ 3 മണ്ഡലം, മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലം. ഈ 3 ജില്ലകളിലെയും കലക്ടർമാരുടെ കൂടെയുള്ള ജനപ്രതിനിധികളുടെ കൂടെയുള്ള വികസനത്തിന്റെ കമ്മിറ്റിയിൽ അംഗമാണ് അദ്ദേഹം. വയനാട് ജില്ലയിലെ മീറ്റിംഗിൽ മാത്രമേ അദ്ദേഹം, അതും 16 തവണ കൂടിയപ്പം 4 തവണ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിലെ ഒരു മീറ്റിംഗിൽ പോലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ഒരു മീറ്റിംഗിൽ പോലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അപ്പൊ ചോദിക്കും, എന്നിട്ടും 3.5 ലക്ഷത്തിന് ജയിച്ചല്ലോ. അത് ജയിക്കും, കാരണം 2014 വരെ ജയിച്ച മണ്ഡലമാണല്ലോ. അതിപ്പോ ജയിക്കും, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഇതാണ് ആ മണ്ഡലത്തിന്റെ സ്ഥിതി. അല്ല, എനിക്ക് പറയാനുള്ളത്, ഇനിയും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ഒരു MP വീണ്ടും വരും. ആ MP-യും ഇങ്ങനെ പെരുമാറരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം ജനങ്ങളുടെ വികസനവും നാടിന്റെ ക്ഷേമവുമാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞു കോൺഗ്രസിന് ഇപ്പൊ നല്ല കാലാണ്, 100 സീറ്റ് കിട്ടിയല്ലോ. 405 സീറ്റ് കിട്ടിയ കോൺഗ്രസ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടി, ഞങ്ങൾക്ക് നല്ല കാലമാണ്. അപ്പൊ കോൺഗ്രസ് എവിടെ എത്തി എന്ന് കോൺഗ്രസ്സുകാരൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ശരി, സംഷാദ് കൈ ഉയർത്തുന്നുണ്ടായിരുന്നു, മറുപടി. ഓക്കെ, ഞാൻ ആസ്പിരേഷൻ ഡിസ്ട്രിക്റ്റുമായി അങ്ങേക്ക് അറിയില്ലെങ്കിൽ ഞാൻ ആ കാര്യം പറയാമെന്നുള്ളതുകൊണ്ടാണ്. ആസ്പിരേഷൻ ഡിസ്ട്രിക്റ്റിന് 8 ഇൻഡിക്കേറ്ററുകളാണുള്ളത്. ആ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഒരു പോയിന്റ് പറയുകയും, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതിൽ ഓരോ ജില്ലയുടെയും പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തി റാങ്ക് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ജില്ലാ കളക്ടറും MP-യും കൂടി പദ്ധതി സമർപ്പിക്കുന്ന പരിപാടിയല്ല ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. അത് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും മീറ്റിംഗ് കൂടുകയും ഓരോ മാസത്തെയും പദ്ധതികൾ അതിൽ എൻട്രി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു റാങ്ക് വരികയും ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ 1 കോടി രൂപയോ 50 ലക്ഷം രൂപയോ ഒക്കെ നീതി ആയോഗ് അനുവദിക്കുകയും അതിന് പദ്ധതി സമർപ്പിക്കുകയും ചെയ്യും. അത് വയനാട്ടിൽ വളരെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ രാഹുൽ ഗാന്ധി പങ്കെടുക്കേണ്ട മീറ്റിംഗ് എന്ന് പറയുന്നത് ദിശ മീറ്റിംഗ് ആണ്. ദിശ മീറ്റിംഗ് എന്ന് പറയുന്നതാണ് MP-യും കളക്ടറും ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന മീറ്റിംഗ്. കേന്ദ്ര പദ്ധതികളെല്ലാം അവലോകനം ചെയ്യുന്ന മീറ്റിംഗ് എന്ന് പറയുന്നത്. അത് വയനാട്ടിൽ ജില്ലയിൽ കൃത്യമായി നടക്കാൻ അതിലൊരു അംഗം കൂടെയാണ് ഞാൻ. അത് 3 മാസം കൂടുമ്പോഴാണ് നടക്കുക. അത് മലപ്പുറത്തും കോഴിക്കോടും എല്ലാ കളക്ടറേറ്റിലും പങ്കെടുക്കണമെന്നില്ല. അദ്ദേഹത്തിന്റെ ഹോം കളക്ടറേറ്റ് എന്ന് പറയുന്നത് വയനാട് പാർലമെന്റിൽ, അത് വയനാട് ജില്ലയെ കളക്ടറേറ്റ് ആണ്. അവിടത്തേക്ക് മറ്റുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായി വരാറുണ്ട്. താങ്കൾക്ക് എന്തെങ്കിലും സംശയം അക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ താങ്കളും നിതിൻ ഗഡ്കരിയുടെ കാലത്ത് നിങ്ങൾ നിർമ്മിച്ചു എന്ന് അവകാശപ്പെടുന്ന ഏറ്റവും മികച്ച റോഡ് എന്ന് താങ്കൾ അവകാശപ്പെടുന്ന ഈ മൈസൂർ ബാംഗ്ലൂർ ഹൈവേ നിർമ്മിച്ച അതിന്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ശ്രീധറിനോട് ചോദിച്ചാൽ മതി. അവസാനത്തെ NH-ന്റെ ഡെവലപ്മെന്റ്സുമായുള്ള മീറ്റിംഗിൽ ശ്രീധർ അടക്കം പങ്കെടുത്തത്. അപ്പൊ മീറ്റിങ്ങുകൾ കൃത്യമായി രാഹുൽ ഗാന്ധി ഇവിടെ എടുക്കാറുണ്ട്. അത് ക്വാർട്ടർലി ആണ് എടുക്കാറ്, അത് കൂടാറുണ്ട്, അതിൽ വിശകലനം ചെയ്യാറുണ്ട്, അത് നന്നായി പോകണം. അപ്പൊ ഇതൊന്നും ഒരു ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് താങ്കൾ പറയുന്നത് മോദി ഗവൺമെന്റ് വലിയ രീതിയിൽ പണം ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയൊന്നുമല്ല. ഇപ്പൊ അത് ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് അല്ല, ആസ്പിരേഷൻ ബ്ലോക്ക് ആണ്. കേരളത്തിലെ 7 ബ്ലോക്കുകൾ ആസ്പിരേഷൻ ബ്ലോക്കിന്റെ ഭാഗമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ശരി, ഞാൻ സലിം മടവൂരിലേക്ക് പോകുന്നു. സലിം മടവൂർ, ഈ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ വയനാട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് പിന്നിൽ KC വേണുഗോപാലാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ KPCC അത് വല്ലാതെ സ്വീകരിച്ചു. കാരണം രാഹുൽ അങ്ങേയറ്റത്തെത്തുമ്പോൾ തെക്ക് വരെ അത് പ്രതിഫലിക്കുമെന്ന് അവർ വിശ്വസിച്ചു. അത് ഏറെക്കുറെ ശരിയുമായിരുന്നു. ഇത്തവണ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു, ജയിച്ചു. പക്ഷെ റായ്ബറേലിയിൽ മത്സരിച്ച് പോകുന്നു. ഈ പതിവായി രാഹുലിനെ വേഷം കെട്ടിക്കുന്നു. അല്ല, രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രം മത്സരിച്ച് വിജയിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ചെലവ് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം റായ്ബറേലിയിൽ മത്സരിച്ചത് കൊണ്ട് ഉത്തരേന്ത്യയിൽ അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും നിഷേധിക്കാനൊന്നും ഞാൻ ആളല്ല. ഉത്തരേന്ത്യ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗുണം ചെയ്തിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിന്. അത് ഗുണകരമാണ് ഉത്തരേന്ത്യ. പക്ഷെ അദ്ദേഹത്തിന്റെ റായ്ബറേലിയിൽ മാത്രം മത്സരിച്ചാൽ മതിയായിരുന്നു. നേരത്തെ അമേഠി നിയോജക മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാതെ ആ രാഷ്ട്രീയത്തിനോ അല്ലെ ജനങ്ങളോടോ ഉത്തരവാദിത്തം കാണിക്കാതെ നടന്നതുകൊണ്ടാണ് അമേഠിയിൽ പരാജയപ്പെട്ടത്. ആ അമേഠി നിയോജക മണ്ഡലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്നോ അല്ലെങ്കിൽ റായ്ബറേലിയിലോ ജയിക്കാമായിരുന്നു. വയനാട് മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വിജയിച്ച് കയറാനും സാധിക്കുമായിരുന്നു. ഇതിപ്പോ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ പൊതു ഖജനാവിൽ വലിയൊരു നഷ്ടം ഉണ്ടാവുന്നു. വീണ്ടും അദ്ദേഹത്തിന് പഴി കേൾക്കേണ്ടി വരുന്നു. സഹോദരി വന്നിട്ട് അദ്ദേഹം മാറുന്ന സമയത്ത് സഹോദരി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മയും 2 മക്കളും പാർലമെന്റിൽ അംഗങ്ങളാവുന്ന ഒരു സാഹചര്യം വരുന്നത്. അത് സ്വാഭാവികമായി വിമർശനം വരും എന്നുള്ള യാഥാർത്ഥ്യമല്ലേ. ഈ കോൺഗ്രസിന്റെ പഴയ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനെ പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാ? KPCC പ്രസിഡന്റ് എന്താ പറഞ്ഞത്?
കുടുംബം ഒരു സ്ഥാനാർത്ഥിയെ പറഞ്ഞാൽ ഞങ്ങൾ അവരെ പ്രഖ്യാപിക്കും. കെ സുധാകരൻ അങ്ങനെ പറഞ്ഞത്. കുടുംബം പേര് തന്നാൽ ഞങ്ങൾ പ്രഖ്യാപിക്കും. കുടുംബമാണോ KPCCയുടെ പാർലമെന്ററി ബോർഡ്? കുടുംബമാണോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്? ഇവിടെ അതിപ്പോ ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യതയൊക്കെ പരിഗണിച്ചായിരിക്കുമല്ലോ അത് പറഞ്ഞത്. അല്ല, ഏത് സാഹചര്യത്തിലും അതിനൊരു മറയില്ലേ, യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന് ചില മാനദണ്ഡങ്ങളില്ലേ? വ്യക്തമായ ഭരണഘടനയുള്ള ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടിയല്ലേ, ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയല്ലേ? അതിന്റെ ബന്ധപ്പെട്ട സമിതികളിൽ ചർച്ച ചെയ്ത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുന്നതിന് പകരം കുടുംബം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും എന്ന് പറയുന്നിടത്തേക്ക് ഈ കേരളത്തിൽ പോലും ഓരോ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ പോലും കുടുംബത്തിനെ വിട്ടുകൊടുക്കുകയാണ്. ഇത് കുടുംബമാണ് സ്ഥാനാർത്ഥി, അല്ലെ കുടുംബമാണ് ജയിക്കുന്നത് എന്ന തലത്തിലേക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി പാർട്ടിയുടെ നേതാവായി ജയിക്കുന്നതിന് പകരം ഇപ്പോ പുതിയൊരു ട്രെൻഡ് എന്താന്ന് വെച്ചാൽ കുടുംബമാണ്, ഓരോരുത്തരുടെയും കുടുംബമാണ് ജയിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അതൊന്നും രാഷ്ട്രീയത്തിൽ വകവെച്ചു കൊടുക്കുന്ന രാഷ്ട്രീയം അല്ല നമ്മളൊന്നും പഠിച്ചു വെച്ചത്. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് അവരെ നെഹ്റു കുടുംബം വീട്ടിലിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവരെ മണ്ഡലമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുന്നത് ഒരു ജനാധിപത്യ രീതിയല്ല. ഇവിടെ വയനാട്ടിൽ ചെയ്യേണ്ടിയിരുന്നത് അവിടെ ഈ DCCയും കോഴിക്കോട് DCCയും മലപ്പുറം DCCയുടെ അഭിപ്രായം ചോദിച്ച് അങ്ങനെ ജനാധിപത്യപരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിലെ ജനാധിപത്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നേരത്തെ നന്നായിട്ട് ജനാധിപത്യപരമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോഴും കേരളത്തിൽ നന്നായി ജനാധിപത്യം അനുവദിച്ചു കൊടുക്കുന്ന പാർട്ടി. ജനാധിപത്യം കടന്ന് വിമർശിക്കുന്നില്ല. പക്ഷെ ഇത് കുറച്ചുകൂടെ കരുതൽ എടുക്കാമായിരുന്നു. ശ്രീ KC വേണുഗോപാല് എന്താ പറയുക, അമിതോത്സാഹം കാണിച്ച് ഈ നെഹ്റു കുടുംബത്തിന് കൂടെ ഒരു വിമർശനം ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി. ഇത് വളരെ എളുപ്പത്തിൽ കുറച്ചുകൂടെ ഇത് എല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത്. ഇന്നലത്തെ ആ പത്രസമ്മേളനത്തിൽ എത്ര AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ അപ്പുറത്തേക്ക് മാറി നിൽക്കാനുള്ള, അവരെ കൂടെ അടുപ്പിച്ച് നിർത്താനുള്ള അദ്ദേഹത്തിന്റെ ആ വല്ലാത്ത വിനീത വിധേയനായ ശ്രമം കണ്ടപ്പോ എനിക്ക് സഹതാപം തോന്നി. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് കുടുംബത്തെ അടുപ്പിച്ച് നിർത്തുകയാണ്. ഇപ്പുറേ മധ്യത്തില് AICC പ്രസിഡന്റ് ഖാർഗെ, അപ്പുറേ രാഹുൽ ഗാന്ധി, ഇപ്പുറേ പ്രിയങ്ക ഗാന്ധി. അതും കഴിഞ്ഞാണ് അദ്ദേഹം നിൽക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഒരു കുടുംബാധിപത്യത്തിലേക്ക് പാർട്ടി പോവുകയാണ്. അപ്പൊ അതൊരു ശരിയായ രീതിയല്ല. കുടുംബാധിപത്യം തന്നെ എന്നാണോ? അല്ല, കുറച്ചുകൂടെ ജനാധിപത്യപരമായിട്ട് ചെയ്യാമായിരുന്നു. കോൺഗ്രസിന് അത് സ്ഥാനാർത്ഥി ഒരു മത്സരം ഉണ്ടാവുമല്ലോ. കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും. അത് ആരെ വേണമെങ്കിലും കോൺഗ്രസിന് തീരുമാനിക്കാം. അത് ഗുണകരമായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിനെ തീരുമാനിക്കാം. അതൊന്നും ചോദ്യം ചെയ്യാൻ മറ്റു പാർട്ടികൾക്ക് അധികാരമല്ല. തന്നെയല്ല പ്രിയങ്ക ഗാന്ധി യോഗ്യയല്ല എന്നുള്ള അഭിപ്രായവും എനിക്കില്ല. ശരി, പക്ഷെ അത് കുറച്ചുകൂടെ മര്യാദയിലൂടെ അവർക്ക് നോക്കൂ. പ്രിയങ്ക ഗാന്ധി ഏറെക്കാലമായി UP കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. മത്സരിക്കാൻ ഇതിനു മുമ്പും അവസരങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ മത്സരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് റായ്ബറേലിയിൽ പ്രിയങ്കയ്ക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല? അങ്ങനെ ഒരു തീരുമാനം എടുക്കാമായിരുന്നില്ലേ? രാഹുൽ വയനാട്ടിൽ മത്സരിച്ച് ജയിച്ച സ്ഥിതിക്ക് റായ്ബറേലിയിൽ മത്സരിച്ച സ്ഥിതിക്ക് പ്രിയങ്കയെ അവിടെ പരിഗണിക്കാമായിരുന്നില്ലേ? പ്രിയങ്കയ്ക്കൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരാനുള്ള ഒരു മികച്ച അവസരമായിരുന്നില്ലേ ഇത്? അപ്പോൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ദീർഘവീക്ഷണമില്ലായ്മയാണ്. ഞാൻ സലീം മടവൂരാണ് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനെ കുറിച്ച് പറയുന്നത്. കുറച്ചുകൂടി ജനാധിപത്യമാകാം. അദ്ദേഹം ഇരിക്കുന്ന പാർട്ടി MP വീരേന്ദ്രകുമാറിന്റെ പാർട്ടി, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ MP ശ്രേയാംസ്കുമാർ കൽപ്പറ്റയിൽ വലതുപക്ഷത്തിന്റെ ഭാഗമായി തോൽക്കുകയും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മത്സരിച്ച് തോൽക്കുകയും ചെയ്ത കുടുംബ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ്. അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്ങനെ പ്രഖ്യാപിച്ചാലും കൽപ്പറ്റയിൽ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാവും. കിട്ടുന്ന രാജ്യസഭാ സീറ്റിലും അദ്ദേഹം തന്നെ മത്സരിക്കുന്ന സാഹചര്യമാണ്. ഇത് ഈ ചർച്ചയിൽ നമ്മളോട് പറഞ്ഞതാണോ, ഇനി MP ശ്രേയാംസ്കുമാർ കേൾക്കാൻ വേണ്ടി സലീം മടവൂര് പറഞ്ഞതാണോ സംശയം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അങ്ങ് ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വരാം. ഇപ്പൊ റായ്ബറേലി സീറ്റിനകത്ത് പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിച്ചു. ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് പൊളിറ്റിക്കൽ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി അതിന് ബന്ധപ്പെട്ട എല്ലാ തരത്തിലും ചർച്ച ചെയ്തിട്ടാണ് ആ തീരുമാനം ഉണ്ടാകും. ഇപ്പൊ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ പോകുന്നു, അദ്ദേഹം അവിടെ മത്സരിക്കുന്നു. അപ്പോൾ അവിടെ പലരും പറഞ്ഞു എന്തിന് മത്സരിക്കുന്നു, എന്തിനാണ് അവിടെ മത്സരിക്കുന്നത്? അവിടെ മത്സരിക്കുകയും ഉത്തർപ്രദേശിന്റെ റിസൾട്ട് എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ വലിയ രീതിയിൽ ഒരു എക്സിറ്റ് പോളും 15 സീറ്റിനപ്പുറം ഇന്ത്യ മുന്നണി നേടില്ല എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലെ ബഹുഭൂരിപക്ഷം സീറ്റും വാങ്ങിക്കൊണ്ട് ഇന്ത്യ മുന്നണി ജയിക്കുന്നുണ്ട്. നിങ്ങൾക്കത് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം UP യിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? UP യിൽ മത്സരിക്കാൻ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നത് വയനാട് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. സാധാരണഗതിയിൽ 2 സീറ്റിൽ മത്സരിക്കാൻ അദ്ദേഹം ഈ ഇലക്ഷന്റെ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അത്
ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിക്കൊണ്ടുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ കൂടെ അഭിപ്രായം കേട്ടിട്ടാണ് അദ്ദേഹം റായ്ബറേലി. ശരി, ആയിക്കോട്ടെ. അമേഠിയിൽ രാഹുൽ എന്തുകൊണ്ട് മത്സരിച്ചില്ല? റായ്ബറേലിയിൽ പ്രിയങ്ക കൂടി മത്സരിച്ചിരുന്നുവെങ്കിൽ, ഈ ഫലം നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇതിലും മാറ്റം ഉണ്ടാകുമായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ദീർഘവീക്ഷണമില്ലായ്മ. ദീർഘവീക്ഷണമില്ലായ്മയില്ല. അമേഠിയിൽ നിങ്ങൾ കണ്ടല്ലോ, അമേഠിയിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കാൻ വേണ്ടി വയനാട് കൽപ്പറ്റയിൽ വന്ന് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചു പോയ സ്മൃതി ഇറാനിയെ കിഷോരിലാൽ ശർമ്മ 1.5 ലക്ഷം വോട്ടിന് തോൽപ്പിച്ച് സ്മൃതി ഇറാനി വീട്ടിലും കിഷോരിലാൽ ശർമ്മ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയല്ലോ. അപ്പൊ റായ്ബറേലിയിൽ അവിടെ SP കോൺഗ്രസിനോടൊപ്പമാണ്. SP-യുടെ കൂടെ അഭിപ്രായം കേൾക്കേണ്ടി വരും, എല്ലാ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ. അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം അവിടെ മത്സരിക്കുന്നു. അതിന്റെ ഒരു ഗുണം ഇന്ത്യ മുന്നണിക്ക്. പിന്നെ പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് മത്സരിച്ചില്ല? അതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. അത് അവർ മത്സരിക്കണ്ട എന്നുള്ളതും പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് എടുത്ത സ്ട്രാറ്റജി. അതിന്റെ റിസൾട്ടാണ് നേരത്തെ കിട്ടി എന്ന് ഞാൻ പറഞ്ഞു. ഇനി പ്രിയങ്ക ഗാന്ധി ആദ്യമായി മത്സരിക്കാൻ വയനാട് പോലെയുള്ള ഒരു സ്ഥലം തെരഞ്ഞെടുക്കുന്നു. അത് തെരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും കോൺഗ്രസിന്റെ എല്ലാ ആളുകൾക്കും ഇതിനോട് വൈകാരികമായി കൂടുതൽ അടുപ്പമാണ് തോന്നുന്നത്. പിന്നെ സലീം മടവൂർ പറയുന്നത് വിനീത വിധേയനായി KC വേണുഗോപാൽ ഇവരെ ചേർത്ത് നിർത്താൻ നടത്തുന്നു എന്നുള്ളതൊക്കെയാണ്. KC വേണുഗോപാൽ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്. എല്ലാ ചർച്ചകളിലും നയപരമായ തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ടാവും. പിന്നെ അദ്ദേഹം അവിടെ നിന്ന് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചേർത്ത് നിർത്തിയാൽ നിങ്ങൾ പറയും വിനീത വിധേയൻ എന്ന് പറയും. അദ്ദേഹം അതിന് അങ്ങോട്ട് അടുത്ത് നിന്നാൽ പറയും അവരെ മാറ്റി നിർത്തിയാൽ. അത് കുറെ കാലമായി കേരളത്തിലെ ചില ആളുകൾ KC വേണുഗോപാലിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെയൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായി അതിജീവിക്കുകയും ഈ സംഘടനയെ വളരെ കൃത്യമായി, ഈ ആങ്കർ പറഞ്ഞത് ദീർഘവീക്ഷണ ഇല്ലായ്മയല്ല, ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് ഈ സംഘടന ഇപ്പോ നയിക്കുന്നത്. അപ്പൊ അത് വളരെ കൃത്യമായി ഞങ്ങളുടെ നയപരമായ തീരുമാനമാണ്. അത് നിങ്ങൾക്ക് ഇനി വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും ആ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയും ചെയ്യുമ്പോൾ ഈ ആർഗ്യുമെന്റുകൾ പറയാൻ NDAക്ക് കഴിയും, ലെഫ്റ്റിനും കഴിയും. അങ്ങനെ ജനങ്ങളെ മുമ്പിൽ ഈ ആനി രാജ പ്രതികരിച്ചത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് ഈ പ്രതിപക്ഷ നിരയിലേക്ക് കൂടുതൽ സ്ത്രീകൾ വരുന്നത് ഗുണം ചെയ്യും, നല്ലതാണ് എന്നാണ്. ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയായി വരുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നവർ പറയുന്നു. നമുക്ക് ഈ തൃശ്ശൂരത്തെ തെരഞ്ഞെടുപ്പ് ഫലം UDFനെയും LDFനെയും വല്ലാതെ പേടിപ്പിച്ചു. അതായത് നരേന്ദ്രമോദി വരുന്നു, അവിടെ സ്ത്രീകൾക്ക് മാത്രമായ ഒരു വലിയ സമ്മേളനം നടത്തുന്നു, സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നു. അങ്ങനെ കേരളത്തിലുടനീളം BJPക്കുണ്ടായ മുന്നേറ്റം സ്ത്രീ വോട്ടുകളുടെ കൂടി സഹായത്തോടെയാണെന്നവർ തിരിച്ചറിയുന്നു. അങ്ങനെ BJPയെ സ്ത്രീകൾ വല്ലാതെ ചേർത്ത് പിടിക്കുന്നുവെന്ന ഒരു തോന്നൽ പ്രിയങ്കയുടെ വരവിന് പിന്നിലുണ്ടോ? അല്ല, ഈ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എന്താ പറയാ സൂചന എന്താണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തില്, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തില് തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ തീണ്ടിക്കൂടായ്മ എന്നൊന്നും ഇല്ലാണ്ടായി. BJPയെ ജയിക്കാൻ അനുവദിക്കില്ല, BJPയെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല, എന്തൊക്കെ ആയിരുന്നു ഇവിടെ പറഞ്ഞത്. ഇവിടുത്തെ ചില മാധ്യമങ്ങളുടെ എന്തായിരുന്നു നിലപാടെന്തായിരുന്നു? സുരേഷ് ഗോപി 3ാം സ്ഥാനത്ത് പോകും, K മുരളീധരൻ ജയിക്കും. സത്യത്തിൽ തൃശ്ശൂരിൽ വെറുതെ പോയി ഒരു 2 മണിക്കൂർ നേരം തൃശ്ശൂർ നഗരത്തിൽ ചെലവഴിച്ച് 4 ഓട്ടോറിക്ഷക്കാരോടും 2 ലോട്ടറി വിൽപ്പനക്കാരോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് തിരിച്ചു വരുന്ന ഒരാൾക്ക് ബോധ്യമാവും അവിടെ മത്സരം സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലായിരുന്നു, മുരളീധരൻ 3ാം സ്ഥാനത്തായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ അതൊക്കെ മനഃപൂർവ്വം തമസ്കരിച്ച് കേരളത്തിൽ BJPയെ കാലുകുത്താൻ അനുവദിക്കില്ല, ഇതൊക്കെ പൊളിഞ്ഞ് പാളീസായില്ലേ. ഇവിടെ എന്താ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത? ഇന്ത്യയിൽ എവിടെയും BJP ജയിക്കുമെന്ന് വന്നല്ലോ. കാശ്മീർ മുതൽ കേരളം വരെ BJP ജയിച്ചു. ഒറീസ എന്ന് പറയുന്ന ഇന്നലെ വരെ BJP വലിയ നാമമാത്രമായ രീതിയിൽ മാത്രം ഉണ്ടായിരുന്ന പുതിയൊരു സംസ്ഥാനം BJPയുടെ കയ്യിലായി. കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാന 3 മാസം മുന്നെയാണ് കോൺഗ്രസ് തെലുങ്കാനയിൽ അധികാരത്തിൽ വന്നത്. അവിടെ 8 സീറ്റ് കോൺഗ്രസിനും 8 സീറ്റ് BJPക്കും സമാസം. ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ്, ആലോചിക്കണം. പണ്ടൊക്കെ BJPക്ക് ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഉത്തർപ്രദേശ് ജയിക്കണമായിരുന്നു. ഇന്നിപ്പോൾ ഉത്തർപ്രദേശിൽ അത്യാവശ്യം സീറ്റ് നഷ്ടപ്പെട്ടാലും അത് ഒറീസ കൊണ്ടോ തെലുങ്കാന കൊണ്ടോ ഇനി അതല്ലേ ആന്ധ്രാപ്രദേശ് കൊണ്ടോ, എന്തിന് കർണാടകത്തിൽ 1 കൊല്ലം മുന്നേ കോൺഗ്രസ് ജയിച്ച സംസ്ഥാനമാണ്. അവിടെ കോൺഗ്രസിന് ഒറ്റ സംഖ്യ 9, 2 സംഖ്യ ഇരട്ട സംഖ്യയിൽ എത്തിയിട്ടില്ല.
അപ്പോ അവിടെ DK സുരേഷ് കുമാർ, ശിവകുമാറിന്റെ അനിയൻ DK സുരേഷ് കുമാർ 2.25 ലക്ഷം വോട്ടിനാണ് ബാംഗ്ലൂർ റൂറൽ തോറ്റത്. ആദ്യമായിട്ടാണ് BJP ബാംഗ്ലൂർ റൂറൽ ജയിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ അവസാനിച്ച, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ അവസാനിച്ച തെരഞ്ഞെടുപ്പാണ്. ആ കാര്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് സ്ത്രീകൾ, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. കേരളത്തിൽ നിന്നും ഒരു സ്ത്രീയെ പോലും ഇത്തവണ ജയിപ്പിക്കാൻ ഈ രണ്ട് മുന്നണിക്കും സാധിച്ചിട്ടില്ല. അവര് ജയസാധ്യതയുള്ള ഒരു സീറ്റും സ്ത്രീകൾക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ സ്ത്രീകളെ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് എത്തിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടായ ഉത്തരവാദികൾ രണ്ട് മുന്നണികളും തന്നെയാണ്. അതേസമയത്ത് BJPയുടെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പോയി ഏതാണ്ട് 3 ലക്ഷം വോട്ടാണ് പിടിച്ചത്. ഒരു 6 മാസം മുന്നേങ്കാൽ അവർ പ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു എന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഏതായാലും അങ്ങനെയെങ്കിലും ഒരു സ്ത്രീ ഇവിടെ വരുന്നുണ്ടല്ലോ, മത്സരിക്കാൻ വരുന്നുണ്ട്, അതും ജയസാധ്യതയുള്ള ഒരു സീറ്റിൽ വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീ MP, ഒരു വനിതാ MP ഉണ്ടാവട്ടെ. ശരി, ശ്രീ സലിം മടവൂർ, അതായത് ഈ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രാഹുലിനെ വളഞ്ഞിട്ടാക്രമിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് വന്ന് രാഹുലിൻ്റെ പേരെടുത്തു പറഞ്ഞ് വലിയ ശബ്ദമുയർത്തി. ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മത്സരിക്കുമ്പോൾ അങ്ങനെ ആഞ്ഞടിക്കാൻ നിങ്ങൾക്കാകുമോ? അല്ല, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വളഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല. അങ്ങനെ വ്യക്തിപരമായ ഒരാളെ അധിക്ഷേപിക്കലല്ല തെരഞ്ഞെടുപ്പ്. രണ്ട് രാഷ്ട്രീയം തമ്മിലാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെയും ഇവിടുത്തെ UDFന്റെയും രാഷ്ട്രീയ നിലപാടുകൾ സംസ്ഥാനത്ത് ഏറ്റുമുട്ടുന്നു. പാർലമെന്റിലും കാരണം ഇവിടെ നിലവിൽ കേരളത്തിൽ BJP ഒരു വെല്ലുവിളിയല്ല. തൃശ്ശൂരിൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ജയിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ അല്ല, ശ്രീ K മുരളീധരൻ, എന്റെ വ്യക്തിപരമായ വിലയിരുത്തൽ, തൃശ്ശൂരിൽ K മുരളീധരനെ 6 മാസം മുമ്പ് തൃശ്ശൂരിൽ ഇറക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി അത്ഭുതം കാണിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്നായിട്ടും ഏതാണ്ട് 2ാം സ്ഥാനക്കാരനേക്കാൾ ഏതാണ്ട് 10,000 അടുത്ത് വോട്ടിന്റെ വ്യത്യാസത്തിൽ അദ്ദേഹം എത്തിയെന്ന് പറഞ്ഞാല് തൃശ്ശൂരിൽ കോൺഗ്രസ്, എന്റെ സ്വതന്ത്രമായ വിലയിരുത്തൽ ഞാൻ പറയാണ്, കോൺഗ്രസിന്റെ സംഘടനാ അടിത്തറ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും വളരെ ദയനീയമായ ഒരു പരാജയം സംഭവിക്കുന്ന സ്ഥാനത്ത് ഒരു പക്ഷേ കെട്ടിവെച്ച കാശ് പോലും പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നിടത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം അത് അവിടെ ഗുണം ചെയ്തു എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. ആ മത്സരം കേരളത്തിലെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന്, അതായത് BJPയെ ഒരു സിറ്റിംഗ് MP വിട്ടിട്ട് നേരിട്ട് മത്സരിക്കാൻ പോയി എന്നുള്ളത് അവർക്ക് പല സ്ഥലത്തും ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അതിനെ കാണേണ്ടത്. അതിനെ ഞാനിപ്പോ ഇതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ കുറച്ച് കാണുന്നില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില് വ്യക്തികളെ അധിക്ഷേപിക്കുന്നതിനോട് യോജിപ്പില്ല. രാഷ്ട്രീയമായിട്ട് ഏറ്റുമുട്ടാം. ഇവിടെ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമാണ്. പ്രിയങ്ക ഗാന്ധിയെ നിയമിച്ച രീതി, അവര് യോഗ്യല്ല എന്നുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിയമിച്ച രീതി കുറച്ചുകൂടെ ജനാധിപത്യ രീതിയിൽ, കോൺഗ്രസിനെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പഴയ അത്യാവശ്യം ജനാധിപത്യം ഇപ്പോഴും കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കും അത് ജനാധിപത്യം, ഇപ്പൊ ഒരു നോമിനേഷൻ ആണെങ്കിൽ കൂടിയിട്ട് കുറെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ആ രൂപത്തെ തന്നെ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യാതെ നേരെ ഒരു കുടുംബ കാര്യമായിട്ട് ചുരുക്കി അവരെ പ്രഖ്യാപിച്ചത് ആരുടെ ബുദ്ധിയിൽ നിന്നായാലും ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ സംഷാദ് മരക്കാർ, കഴിഞ്ഞ രാഹുലിൻ്റെ റോഡ് ഷോ നമുക്ക് ഓർമ്മയുണ്ട്. വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു, പക്ഷേ ഉയർത്തിക്കാട്ടാൻ ഒറ്റ കൊടി പോലും ഉണ്ടായിരുന്നില്ല. ഇത്തവണ എല്ലാ കൊടികളും ഉയരുമോ? കൊടി ഉപയോഗിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ UDFന്റെ നേതൃത്വമാണ്. അന്ന് ഞങ്ങളുടെ കൊടി എടുത്തില്ല എന്ന് പറഞ്ഞു വളരെ വൈകാരികമായി ചർച്ച നടത്തിയ പല ചാനലും ഉണ്ട്. പക്ഷെ നിങ്ങൾ വോട്ടെടുത്ത് എണ്ണുമ്പോൾ വലിയ വോട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ജയിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ എങ്ങനെ പ്രഖ്യാപിക്കണം, ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തണമെന്നും UDFന് കൃത്യമായ ബോധ്യമുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാനുള്ള കൃത്യമായ നേതൃത്വമുണ്ട്. അത് നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഒരു മത്സരത്തിന്റെ ഭാഗമായി എടുക്കുന്ന സ്ട്രാറ്റജികൾ, ആ സ്ട്രാറ്റജികളെ ചർച്ച ചെയ്ത് വലുതാക്കി അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ വോട്ട് കിട്ടുമോ എന്ന് പലരും പരിശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ അവർക്കൊക്കെ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ആ ഒരു ചർച്ച പോലും അവർക്ക് ഗുണമായിട്ടുണ്ടാവില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് അതിനൊരു അഭിപ്രായം, ശ്രീ K മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കാൻ പോവുകയും
അദ്ദേഹം അവിടെ നടത്തിയ ഒരു ഫൈറ്റ്, ആ ഒരു ഫൈറ്റ് കേരളത്തിലെ ബാക്കിയുള്ള 19 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും കോൺഗ്രസിനും UDF-നും ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു പൊളിറ്റിക്കൽ തീരുമാനം കൃത്യമായിരുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ തിരിച്ച് ആളുകളിൽ നിന്നുള്ള റെസ്പോൺസ് ഞങ്ങൾക്ക് ലഭിച്ചു. പക്ഷെ അവിടെ ഒരു പരാജയം ഉണ്ടായി എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് പാർട്ടി പഠിക്കും, അതിനകത്ത് തിരുത്തലുകൾ വേണ്ടത് തിരുത്തും, അത് കൃത്യമായി ഇടപെട്ട് പോകും. പക്ഷെ താങ്കൾ നേരത്തെ സലീം മടവൂരിനോട് ചോദിച്ച പോലെ വ്യക്തിപരമായ ഇലക്ഷൻ ക്യാമ്പയിൻ, ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ വ്യക്തിപരമായി രാഹുൽ ഗാന്ധിക്കെതിരെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയും രാഹുലും പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞു, രാഹുൽ ഒരു പ്രകോപനം നിരന്തരം പ്രകോപിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ഥിരമായി ഒരാൾ മൈക്കെടുത്ത് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വളരെ ആ സ്റ്റാൻഡ് കോൺഗ്രസ് പറയുന്ന സ്റ്റാൻഡാണ്. ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇടതുപക്ഷം, ദേശീയ തലത്തിൽ തർക്കമില്ല. പക്ഷെ അതിനർത്ഥം കേരളത്തിലെ മുഖ്യമന്ത്രിയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോ ഏതെങ്കിലും തരത്തിൽ അഴിമതി നടത്തുന്നുണ്ടെങ്കിൽ, അഴിമതി നടത്തി എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ജയിലിൽ അടയ്ക്കുന്നതിനോ ശിക്ഷിക്കുന്നതിൽ നിന്നോ മാറ്റി നിർത്തണമെന്ന് അവർക്ക് ആവശ്യപ്പെടാൻ കഴിയില്ലല്ലോ. അത് നമ്മൾ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അതിന് പറയുമ്പോൾ വ്യക്തിപരമായ അതിശയം. പക്ഷെ അതിന്റെ ഒക്കെ ഒരു ആകെ തുകയാണ് ഈ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോ LDF-ന് ലഭിച്ചത്. ആ ഒരു റിസൾട്ട് LDF കൃത്യമായി ഇപ്പോഴെങ്കിലും ഇപ്പൊ ചില അദ്ദേഹത്തിന്റെ ഘടകകക്ഷികളൊക്കെ മുഖ്യമന്ത്രിയുടെ ശൈലി മാറണമെന്നും മുഖ്യമന്ത്രി തിരുത്തണമെന്നും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം വിനയായി എന്നൊക്കെ പറയപ്പെടുന്നതായി കാണുന്നുണ്ട്. ശരി, ഈ ചോദ്യത്തിന്റെ തുടർച്ച നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് പ്രതിരോധത്തിലാകുന്നോ ഇടതുമുന്നണി എന്നൊരു ചോദ്യം.